ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിശപ്പിൻ്റെ വിളിയുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഏത്തയ്ക്ക കൊണ്ട് പഴുത്ത ഏത്തയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബനാന ഗീ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, നെയ്ക്കകത്ത് പഴം വഴറ്റിയെടുക്കുന്നു. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. നല്ല പഴുത്ത 2 പഴം ബനാന ഏത്തയ്ക്ക 2 എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞ് നന്നായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നു. പിന്നെ അതിനാവശ്യമായിട്ടുള്ള നെയ്യ്, അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളവർക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ചേർക്കാവുന്നതാണ്. ഇവിടെ ആർക്കും തേങ്ങ ചിരകിയത് ഇഷ്ടമില്ലാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് മോൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഏത്തയ്ക്ക നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തയ്ക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് പതിയൊന്ന് ഇളക്കി കൊടുക്കാം, കാരണം എല്ലാത്തിലും അതാവണമല്ലോ. പതിയൊന്ന് ഇളക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. നമ്മൾ സ്കൂളിൽ പോയിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ നെയ്യ് ആരോഗ്യത്തിന് നല്ലതാണ്, വണ്ണമൊക്കെ വെക്കാനൊക്കെ സഹായിക്കും. നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ടേക്കുവാണ് ഞാൻ, ഒരുപാട് കൂട്ടിയിടണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതെല്ലാം നെയ്യിൽ ഏത്തയ്ക്കയിലെല്ലാം നല്ലതായിട്ടൊന്ന് പുരളാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര, ഞാനിവിടെ 1 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ എപ്പോഴും കുറച്ചിടണം. റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, നീറ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നുണ്ട് വരെ ബൈ.